ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ചിക്കൻ കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ അമർത്തണം. ഹോൾ എന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ കടായിൻ്റെ ഒരു പാനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കുന്ന ചട്ടിയൊന്നും ഉപയോഗിക്കരുത്. ഇങ്ങനത്തെ ഇതിനൊക്കെ നമ്മളൊരു പാൻ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 4 കഷ്ണം പട്ട, പിന്നെ ഗ്രാമ്പു ഒരു 5 എണ്ണം, ഏലക്കായ 5 എണ്ണം, പിന്നെ അതിട്ടിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്തിട്ടിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയ്ക്കൊന്നും ഇടരുത്, അങ്ങനെ ഇട്ടാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളെ കുറുമ എന്ന് പറയുന്നത് നല്ല വെള്ള കളറല്ലേ. അപ്പോൾ പിന്നെ അതൊന്നും ആയപ്പോൾ ഞാൻ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂത്തൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 ഇടത്തരം സവാളയുടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും തന്നെ നല്ല വയന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ട് ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വയന്ന് വന്നാൽ മതി. എന്നാലും വേവും വേണം കേട്ടോ. ഉള്ളി അങ്ങനെ ആയാൽ മതി. അപ്പം ഞാൻ എടുത്തിട്ടുള്ള 1.25 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ ആവാം. ബോൺ അല്ലാതെ നമ്മൾ അതൊന്നും ഒഴിവാക്കിയിട്ട് ചിക്കൻ എടുക്കണമെന്നില്ല. അതോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചിക്കൻ അതിലൊന്ന് ഇതാക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി വഴറ്റിയപ്പോൾ ഒരിത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പ് എപ്പോഴും നോക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ആ ഉപ്പൊന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത്, ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കോ, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ. ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.25 കിലോ ചിക്കൻക്ക് ഞാൻ ഇത്ര ഇടുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെതൊക്കെ കൂടിപ്പോയാൽ എന്താ വെച്ചാൽ ടേസ്റ്റിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഇതായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഒരു നാരങ്ങൻ്റെ നീരും കൂടെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ച കാഷ്യൂനട്ടാണ്. 15 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ചിക്കനിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നത് ഇളക്കിയിട്ട് കൊടുക്കണം. പടി പിടിക്കുന്ന പാത്രമാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. ഇങ്ങനത്തേതാകുമ്പോൾ നമുക്ക് പിന്നെ അത്ര എപ്പോഴും തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് 2ാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഇനി വേവിക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു 1/2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടുള്ളായിരുന്നു. എന്നിട്ട് ചിക്കൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ എന്ന് നോക്കി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ 2ാം പാൽ നല്ല തിക്കായിട്ടുള്ള പാൽ ഒഴിക്കരുത്, അപ്പോൾ പിരിഞ്ഞു പോവും. 1ാം പാൽ നല്ല തിക്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ട് 2ാം പാൽ അധികം ഇല്ലാത്ത കട്ടിയില്ലാത്ത പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിരിഞ്ഞു പോയിട്ട് ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നമ്മളത്. ഇപ്പോൾ കണ്ട നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇതിൽ കിടന്നിട്ട് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയാണ് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അത്ര തന്നെ ഗരം മസാലയും ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് 6 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കന് ചിലതിന് വേവ് ഉണ്ടാവും, ചിലതിന് കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കന് ചെറിയ ചിക്കനൊക്കെ കോഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ഒരു വേവ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അടച്ചൊക്കെ വെച്ചിട്ട് 6 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലത്തെ കിഴങ്ങൊക്കെ ഒന്ന് എടുക്കുക കേട്ടോ. ഇതെന്താണെന്ന് ചോദിച്ചാൽ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, കുറച്ചൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ കിട്ടേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ചെറുതായിട്ടുള്ള തിക്നെസ്സായിട്ട് വന്നിട്ടുണ്ട് 2ാം പാലിൽ തന്നെ നമുക്ക്. ഇപ്പോഴാണ് നമ്മൾ കാഷ്യൂനട്ട് അരച്ചിട്ടുള്ളത്, നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ നല്ലൊരു വാസനയൊക്കെയാണ് ഈ സമയത്ത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ഒന്ന് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഇത്തിരി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഞാൻ ഒരു മിനിറ്റോളം ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തീ കുറച്ചിട്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ്
പാലില്ലേ തേങ്ങാപ്പാൽ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമതായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിരുന്ന ആ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ എന്താണോ അവിടെ ഇവിടെ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ തീ ഓഫാക്കി ഇടണം കേട്ടോ. കണ്ടോ, ഇത് മതി കേട്ടോ. അപ്പോൾ തന്നെ തീ ഓഫാക്കി മാറ്റി വെക്കണേ ചട്ടി. എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യ് തന്നെ വേണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ. ചിക്കൻ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഇതൊക്കെ എടുക്കണം. ചിക്കൻ ഇത്ര എടുക്കുന്നുള്ളെങ്കിൽ ഈ ഒരു അളവ് മതി കേട്ടോ. നന്നായിട്ട് അതിലൊന്ന് മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിലും ഇങ്ങനെ ഉള്ളി മൂപ്പിച്ചൊഴിക്കുമ്പോൾ നെയ്യ് കുറച്ച് ചേർക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല, നല്ല തിക്കായിട്ടുണ്ട്. കുറച്ച് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴത്തേന് നല്ല തിക്കായിട്ടുണ്ടാവും. കണ്ട, അടിപൊളിയായിട്ടുള്ള നമ്മളെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഇടണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.